വേദിയിലും സംശയത്തിനപ്പുറം പ്രസംഗത്തിൻ്റെ ഒരു പദാവലിയും അറിയാത്ത ഒരാളാണ്. തിരക്കഥകൾ ഒരു സാഹിത്യരൂപം എന്ന രീതിയിൽ വളരെ അടുത്ത കാലത്താണ് മലയാളിയോ തദ്വാര മലയാളി പ്രസിദ്ധീകരണശാലകളോ അംഗീകരിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ കണ്ടെത്തി തുടങ്ങിയത്. അല്ലെങ്കിൽ ഇത്രയും അധികം ഒരു യുബിക്വിറ്റസ്നെസ് എന്ന് പറയാറുള്ളത് പോലെ തിരക്കഥകൾ ഉണ്ടായിട്ടില്ല. എല്ലാ തിരക്കഥകളും പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരവസ്ഥ. പണ്ട് പബ്ലിക് ലൈബ്രറിയിൽ ആളൊഴിഞ്ഞ ഒരു മൂലയിൽ അധികമാരും സന്ദർശിക്കാനിടയില്ലാത്ത ഒരു ഷെൽഫിൽ കണ്ട തിരക്കഥകളുടെ ഒറിജിനൽ സ്ക്രീൻ പ്ലേകളുടെ അങ്ങനെയും വ്യത്യാസങ്ങളുണ്ട്. സിനിമ കഴിഞ്ഞ ശേഷം വരുന്ന തിരക്കഥകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഈവൻ ക്രെയിൻ മൂമെൻ്റ് വരെ അടയാളപ്പെടുത്തിയിട്ടുള്ള ലൈറ്റ് ഏത് അനുപാതത്തിൽ നടൻ്റെ മുഖത്ത് വീഴുന്നു എന്ന് എഴുതിയിട്ടുള്ള തിരക്കഥകൾ വരാറുണ്ട്. അങ്ങനെയുള്ള തിരക്കഥകൾ കൂട്ടത്തിൽ കണ്ടെത്തിയ കീസ്ലോസ്കിയുടെയും ബുലുബലിൻ്റെയും ഒക്കെ തിരക്കഥകൾ എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം ഒരു സാഹിത്യ രൂപം ഒരു സിനിമയെ അല്ലെങ്കിൽ ഒരു കഥയെ ഒരുപാട് വെട്ടിമുറിച്ച സീനുകളിലൂടെ സമയത്തിൻ്റെയും കാലത്തിൻ്റെയും നിബന്ധനകളില്ലാതെ അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്തുകൊണ്ട് പുതിയ ഒരു പ്രമേയനില, കാലത്തിൻ്റെ സമയത്തിൻ്റെ ഒരു പ്രമേയനില കണ്ടെത്തുന്ന തിരക്കഥകളുടെ സാഹിത്യ രൂപം. ഞാൻ അടുത്ത് ബാംഗ്ലൂരാണെന്നാണ് ഓർമ്മ. അവിടെ ഒരു പുസ്തകശാലയിൽ വെച്ച് ഒരു തിരക്കഥ കണ്ടത് ഷോഷാങ്ക് റിഡംപ്ഷൻ എന്ന വളരെ പ്രശസ്തമായ സിനിമയുടെ തിരക്കഥ. അത് ഞാനീ പറഞ്ഞ പോലെ ദാറ്റ്സ് എ ബുക്ക് ഇൻ ഇറ്റ്സെൽഫ്. അത് നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വിഷ്വലുകൾ കൊണ്ട് മാത്രമല്ല, അതിൻ്റെ വാക്കുകൾ കൊണ്ട്, അർത്ഥം കൊണ്ട്, അതിലെ പേജുകളുടെ ഒരു സാഹിത്യമായ ആവർത്തനം കൊണ്ട് ഒക്കെ നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു തിരക്കഥ. അത് ഏകദേശം ഒരു തിരക്കഥയേക്കാൾ കൂടുതലേറെ അത് ഒരു വിഷ്വൽ നോവൽ എന്ന രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. അടയാളങ്ങൾ, ഏകാന്തം. ശശിയേട്ടന് എനിക്കുള്ള ഓർമ്മ ശശിയേട്ടൻ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ ആദ്യമായി അഭിനയിക്കാൻ തുടങ്ങുന്ന കാലഘട്ടം ശ്യാം പ്രസാദാണ് എനിക്ക് ആദ്യത്തെ ഒരു ചാൻസ് എന്ന് പറയുന്ന തരുന്നത്. അവിടെ 17 ടേക്കുകൾ കഴിഞ്ഞിട്ടും ഡയലോഗ് ശരിയാവാതെ മിഴിച്ചു നിന്ന എൻ്റെ മുന്നിലേക്ക് വന്ന അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ശശിയേട്ടൻ. അല്ലെ അസോസിയേറ്റ് ആണ്. ഞാൻ ശശിയെ വിളിച്ചു, ചേട്ടാ എനിക്കിത് പരിപാടി നടക്കുന്നൊന്നുമില്ല, 17 ടേക്ക് എന്ന്. ശ്യാം പ്രസാദ് പിന്നെ ഒരു ഗുണമുള്ളത്, അദ്ദേഹം ഭയങ്കര കാമാണ്. 18 ടേക്കുകൾ പോയിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ടേക്കിൽ നരസിംഹങ്ങളാവുന്ന സംവിധായകരെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. 20 ടേക്ക് കഴിഞ്ഞിട്ട് ഇറ്റ്സ് ഓക്കെ ലെറ്റ്സ് ട്രൈ എന്ന് കേരള ശ്യാമിനെ അറിയാവുന്നവർക്കറിയാം എന്നുള്ള ഇതിൽ ശശിയേട്ടൻ ആദ്യമായിട്ടൊരു ഒരു മാലാഖയെ പോലെ വന്നിട്ട് കുഴപ്പമില്ല അടുത്തൊരു ശരിയാവും എന്ന് പറയുന്ന ആ ശശിയേട്ടനിൽ നിന്ന് വളരെ ഒരു മേബി ഒരു 5 വർഷം ആയിട്ടുണ്ടാവും, 5 കൂടുതലായി 7 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ നല്ല സംവിധായകരുടെ കൂട്ടത്തിലേക്ക്, നല്ല സിനിമയെ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് ശശിയേട്ടൻ വരികയാണ്. അതുപോലെ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ, അദ്ദേഹത്തെ വായിക്കുന്നത് മാതൃഭൂമി ആശുപത്രിയിലാണെന്ന് തോന്നുന്നു, നിലയെക്കുറിച്ച് എഴുതിയ കലാഭൂമി. അത്തരം ചില എനിക്ക് 10th ഞാൻ 10th ആ സമയത്താണ് അത്. ഇപ്പം നിള എന്ന് പറയുന്നത് ഇപ്പോൾ മണ്ണിൻ്റെ ഗന്ധം അല്ലെങ്കിൽ നിലയുടെ ഗന്ധം, നിലയുടെ തീരങ്ങളുടെ ഗന്ധം ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് ജ്യോതിർമയെയും എന്നെയും ജെയിൻ സാറിനെയും മാറ്റി നിർത്തിയത് വളരെ അപലപനീയമായി പോയി. അത് ജ്യോതിയൊക്കെ അവിടെ ഒരുപാട് ശ്വസിച്ച് നടന്നിട്ടുള്ളതാണ് അടയാളങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനാണെങ്കിലും. ഞാൻ കാലിക്കറ്റാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ഭാരതപ്പുഴ എന്ന് പറയുന്നത് എപ്പോഴും ആ ബസ്സിൽ കാലിക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഓരത്ത് ഒരു നീർച്ചാലായി മാറുന്ന ഭാരതപ്പുഴ എന്നും അത് ഇപ്പോൾ പറയേണ്ട കാര്യം, ലീലാകൃഷ്ണൻ വരച്ചു തന്ന വഴികളിലൂടെയാണ് ഞാൻ അന്ന് ഭാരതപ്പുഴയെ കണ്ടിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹവും ശശിയേട്ടനും ശ്രീരാമേട്ടനും ലിൻസാറും ഒക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഇങ്ങനെ ഒരു പ്രകാശന ചടങ്ങിൽ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഒരിടം തന്ന സിനിമ എന്ന മാധ്യമത്തോടും
തിരക്കഥ അല്ലെങ്കിൽ സാഹിത്യം എന്ന മാധ്യമത്തോട് നിങ്ങളോടുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരുപാട് സിനിമകൾ ഇവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാനും ഏകാന്തവും അടയാളങ്ങളും കാണുന്ന പ്രേക്ഷകൻ തന്നെയാണ്. ചില സിനിമകൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു വാക്കുകൾ